നമ്മളൊക്കെ അങ്ങനെ എത്ര വായിക്കാൻ ശ്രമിച്ചാലും ഇവര് തന്നെ പറയുന്നത് അതല്ലല്ലോ. ഡോക്ടർ ശശി തരൂർ തന്നെ നമ്മളൊക്കെ വളരെ ബഹുമാനത്തോടെ കാണുന്ന ആളാണ്. ശശി തരൂർ തന്നെ പറയുന്നത് ഒരു തേർഡ് ടേം വിക്ടറിയുടെ സീനാണ് കേരളത്തിൽ നിന്നാണ് പറയുന്നത്, ആദ്യം പറയുന്നത്. അതിനുശേഷമാണ് പറയുന്നത് എൻ്റെ കഴിവുകൾ പാർട്ടി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായ പിന്തുണയുണ്ട്, എല്ലാ ക്ലാസ്സിലും എല്ലാ സെഗ്മെൻറ്റ്സിലും എനിക്ക് ഫോളോവേഴ്സ് ഉണ്ട്, എന്നെ ആളുകൾക്ക് വളരെ ഇഷ്ടമാണ്, എന്നെ പാർട്ടി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് വേറെ ഐ ഹാവ് അതർ തിങ്സ് ടു ഡു, എനിക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളത്. അപ്പോൾ എനിക്ക് മനസ്സിലാവാത്തത് മൂന്നാമത്തെ വട്ടം LDF ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനും ശശി തരൂരും ഒക്കെ പറഞ്ഞു വെച്ചതിന് ശേഷം പിന്നെ ഇവർ ആരാവാൻ വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്? എനിക്ക് തോന്നുന്നില്ല UDF ശശി തരൂരിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളത്. ശശി തരൂർ ഇല്ലാതെ തന്നെ UDF ക്ലീൻ ആയിട്ട് തോൽക്കാൻ പറ്റും 2026. അപ്പോൾ പിന്നെ ശശി തരൂരിൻ്റെ ആവശ്യമില്ലല്ലോ. ശശി തരൂർ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ചെയ്തു പോയ ഏറ്റവും വലിയ വിഡ്ഢിത്തം, ഏറ്റവും വലിയ ബ്ലണ്ടർ എന്ന് ഞാൻ പറയാം, കോൺഗ്രസ് പാർട്ടി ചേർന്നു എന്നുള്ളതാണ്. UN അണ്ടർ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് അദ്ദേഹം കോഫി അണ്ണന്റെ സപ്പോർട്ടോടെ UN സെക്രട്ടറി ജനറൽ ആയിട്ട് മത്സരിച്ചത്. അദ്ദേഹം പരാജയപ്പെട്ടു, അതിനകത്ത് അവസാനം ഇലക്ഷനിൽ അയാൾ പിൻവാങ്ങുകയും ചെയ്തു. അതിനുശേഷം അണ്ടർ സെക്രട്ടറി ആയിട്ട് തുടർന്നോടാൻ പറഞ്ഞിരുന്നു ബാൻ കി മൂൺ, നിങ്ങൾ ഇവിടെ നിന്നോളൂ എന്ന്. പറ്റില്ല, വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചിങ്ങോട്ട് വന്നതാണ്. അതിനുശേഷം കോൺഗ്രസിൽ ജോയിൻ ചെയ്തതിനെ പറ്റി തരൂർ പറയുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ബോത്ത് BJP and the Congress and the communists approached me, but I felt Congress party is ideologically comfortable എന്നാണ്. ഐഡിയോളജിക്കലി കംഫർട്ടബിൾ, നിങ്ങൾ പറഞ്ഞ പോലെ ഐഡിയോളജിക്കലി കറക്റ്റ് ആയതുകൊണ്ടല്ല, കംഫർട്ടബിൾ ആയതുകൊണ്ടാണ്. ഇപ്പം അദ്ദേഹത്തിന് ഒരു കാരണവശാലും പലരും എന്താ പറയുക ആക്ഷേപിക്കുന്ന പോലെ BJP പോകാൻ പറ്റില്ല. എന്തുകൊണ്ടെന്നറിയോ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പബ്ലിഷ് ചെയ്ത ചുരുങ്ങിയ 2 ഡസൻ പുസ്തകങ്ങളെങ്കിലും അദ്ദേഹത്തിന് മാർക്കറ്റിൽ നിന്ന് ഇന്ത്യൻ എക്സ്പ്രസിൽ അതേ കാര്യം ഒരു 1.5 കൊല്ലം മുമ്പ് തരൂര് തന്നെ പറയുന്നുണ്ട്. 1981 എൻ്റെ ആദ്യത്തെ പുസ്തകം മുതൽ ഇങ്ങോട്ട് 40 പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്, അതെല്ലാം എൻ്റെ വേൾഡ് വ്യൂ പ്രസന്റ് ചെയ്യുന്നതാണ്. എന്നെ തന്നെ റദ്ദാക്കിക്കൊണ്ട് എനിക്ക് BJP പോകാൻ കഴിയില്ല, എനിക്ക് എൻ്റെ ഐഡിയോളജിക്കൽ കൺവിക്ഷൻസ് ഉണ്ട് എന്ന് ശശി തരൂർ തന്നെ പറഞ്ഞ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യമാണ്. അതെ അതെ, കോൺഗ്രസ്സുകാരനായി തന്നെയാണ് ശശി തരൂർ നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പൊളിറ്റിക്സ് വിട്ടിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഇന്റർനാഷണൽ എന്താ പറയുക കോസ്മോപൊളിറ്റൻ കരിയറിന്റെ പിന്നാലെ പോവുക. അതാണ് അദ്ദേഹം ആ ഇന്റർവ്യൂ പറയുന്നത്. ഞാൻ ഡിസേർവ് ചെയ്യുന്നു എന്ന് ഞാൻ വിചാരിക്കുന്ന പരിഗണന എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ, അദ്ദേഹം വിചാരിക്കുന്ന പരിഗണനയാണ്, നാട്ടുകാർ വിചാരിക്കുന്നതോ കേരളം വിചാരിക്കുന്ന പരിഗണനയല്ല. പുള്ളി വിചാരിക്കുന്ന പരിഗണന കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ മറ്റു ലെക്ചേഴ്സ് നടത്താനും ആർട്ടിക്കിൾസ് എഴുതാനും അത്തരം കാര്യങ്ങളിലൊക്കെ പോകും. പക്ഷെ കേരളത്തിൽ മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ട് 2ാം വട്ടമാണ് ഇദ്ദേഹം ശ്രമം നടത്തുന്നത്. ഈ ശ്രമം നടത്തുന്നതിനെ തരൂരിയൻ ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞാൽ സോഫോമോറിക് ഫാലസി എന്നാ പറയാ. സോഫോമോറിക് ഫാലസി അല്ലെങ്കിൽ എന്താ പറയുക കോഗ്നേറ്റീവ് ഓവർലോഡ്. അതായത് ബുദ്ധി കൂടിയിട്ട് നിങ്ങൾ ലളിതമായ കാര്യങ്ങളെ അനലൈസ് ചെയ്ത് വിഡ്ഢിത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. ആദ്യം പറഞ്ഞു വെക്കുക LDF തേർഡ് ടേമിനുള്ള ചാൻസ് ഉണ്ട്, അതിനുശേഷം പറയാ എന്നെ പാർട്ടി ഉപയോഗിക്കണം. എന്തിന്? അടുത്ത പ്രതിപക്ഷ നേതാവാകാനോ AICCയുടെ പ്രസിഡന്റ് ആകാനും അടുത്ത പ്രധാനമന്ത്രി ആവാനും ഒക്കെ ശ്രമിച്ചിരുന്ന തരൂർ അത് കോൺഗ്രസ്സുകാരനെ പാരവെച്ച് അവസാനിപ്പിച്ചതിന് ശേഷം ഇപ്പം കേരളത്തിലെ ടോപ്പ് ലീഡർ ആവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. മറ്റേ 6ാം തമ്പുരാനിലെ അപ്പൻ തമ്പുരാൻ പറഞ്ഞതുപോലെ പ്രളയം വന്ന് സർവ്വതും നശിച്ചാലും കേരളത്തിലെ കോൺഗ്രസ്സുകാർ അതിനെ അനുവദിക്കില്ല. ഇനി പിണറായി വിജയൻ 4 തവണ അങ്ങോട്ട് ഭരിച്ചാലും വേറെ ഏത് CPM വന്നാലും ശശി തരൂരിനെ മുഖ്യമന്ത്രിയാക്കാനോ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആക്കാനോ കേരളത്തിലെ കോൺഗ്രസിലെ തലമുതിർന്ന 6-7 നേതാക്കന്മാർക്ക് ജീവനുള്ളിടത്തോളം കാലം അവർ സമ്മതിക്കുന്നില്ല എന്ന് ഉറപ്പാണ്. അത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് തരൂരിന്റെ പ്രശ്നം. ശശി തരൂർ ലളിതമായ കാര്യം കേരളത്തിലെ ഏത് ചെറിയ കുട്ടിക്ക് മനസ്സിലാവുന്ന കാര്യം തരൂരിന് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. ശരി.